അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദുൽഹിജ്ജ മാസത്തിലെ വളരെയധികം പുണ്യമേറിയിട്ടുള്ള ദിനങ്ങളാണ് ഇനി നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഇൻഷാ അല്ലാഹ് ദുൽഹിജ്ജ 8-ന്റെയും 9-ന്റെയും ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ദുൽഹിജ്ജ 8-ന്റെ അന്നത്തെ ഉള്ള നോമ്പും അതുപോലെ അറഫ ദിവസത്തിലുള്ള നോമ്പും നിങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നും വളരെ കണക്കില്ലാത്ത പ്രതിഫലം നിങ്ങൾക്ക് റബ്ബ് നൽകിക്കൊണ്ടേയിരിക്കും. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന, ജീവിതത്തിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഇടങ്ങേറായിക്കൊണ്ട് ജീവിതത്തെ തള്ളി നീക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കഴിയുമെങ്കിൽ ഈ 2 ദിവസത്തെ സുന്നത്ത് നോമ്പൊന്ന് എടുത്തു നോക്കൂ. തീർച്ചയായിട്ടും ഈ നോമ്പിൻ്റെ മഹത്വം കൊണ്ട് അല്ലാഹു തആല നിങ്ങളുടെ ജീവിതത്തിൽ നല്ല അനുഗ്രഹവും ബർക്കത്തും റഹ്മത്തും നിലനിർത്തി തരും. അതുപോലെ തന്നെ ഇഹലോകത്തേക്കും പരലോകത്തേക്കുമുള്ള ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് കഴിഞ്ഞു പോയൊരു വർഷത്തെയും വരാനിരിക്കുന്നൊരു വർഷത്തെയും പാപങ്ങൾ മുഴുവനായിട്ടും അല്ലാഹു തആല പുറത്തു തരുന്ന നോമ്പാണ് ഈ വരുന്ന ദുൽഹിജ്ജ 8-ന്റെയും 9-ന്റെയും നമ്മൾ നോൽക്കാൻ പോകുന്ന നോമ്പുകൾ. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് തന്നെ വരുന്ന ദുൽഹിജ്ജ 8-ന്റെയും ദുൽഹിജ്ജ 9-ന്റെയും അന്നുള്ള ഈ 2 ദിവസങ്ങളിൽ നിങ്ങൾ മാക്സിമം കഴിയുന്നവരൊക്കെ സുന്നത്ത് നോമ്പ് എടുക്കുവാൻ പരമാവധി ശ്രമിക്കുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഫർള് നോമ്പിനെ ഖളാ വീട്ടാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നവരാണ്. വരുന്ന ഈ ഒരു വെള്ളിയാഴ്ച രാവ് കൂടെയാണ് നമ്മളിലേക്ക് വരുന്നത്. അതുകൊണ്ട് അറഫാ ദിനത്തിൻ്റെ രാവിലും ദുൽഹിജ്ജ 8-ന്റെ രാവിലും പരമാവധി നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുവാനും ഖുർആന് ഓതുവാനും അതുപോലെ സുന്നത്തുകൾ നമസ്കരിക്കുവാനും അള്ളാഹുവിനോട് ദുആ ചെയ്യുവാനും മറന്നു പോകല്ലേ. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നടന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ട് വരുന്ന വെള്ളിയാഴ്ച രാവിലെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ദുആക്ക് ആ ദിവസത്തിൻ്റെ മഹത്വവും പുണ്യവും കൊണ്ട് നമുക്ക് ഉത്തരം കിട്ടുന്നതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ ഒരു ദിവസത്തിൽ സുന്നത്ത് നോമ്പുകൾ അടുക്കുവാനും അതുപോലെ തന്നെ അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യുവാനും നിങ്ങൾ മറന്നു പോകല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.